മലയാള ജേർണലിസ്റ്റിൽ പരമ്പരകളുടെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. പരമ്പരകൾ എഴുതുന്നതാണ്, അതിനുവേണ്ടി അന്വേഷിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, അത് ഭംഗിയായിട്ട് എഴുതുക. ആ രീതിയിലാണ് നിസാറിൻ്റെ ജേർണലിസം. കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുള്ളിൽ ഒട്ടേറെ വിഷയങ്ങളിൽ നിസാർ പരമ്പരകൾ എഴുതി. ആ പരമ്പരകളൊക്കെ വ്യാപകമായി വായിക്കപ്പെടുകയും സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ഒട്ടനവധി അംഗീകാരങ്ങൾ അവാർഡുകൾ കിട്ടിയിരിക്കുന്നു. സത്യത്തിൽ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം ഒരു പാഠപുസ്തകമാണ്. എങ്ങനെ നല്ല പരമ്പരകൾ എഴുതാം, പ്രത്യേകിച്ചും ലോക്കൽ റിപ്പോർട്ടിംഗ്. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ലോക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരമ്പര രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരുപാട് എത്ര പരമ്പരകളുടെ 7 പരമ്പരകളുടെ ഒരു പുസ്തകമാണ്. ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള 7 പരമ്പരകളുടെ പുസ്തകമാണ്. എല്ലാ പരമ്പരകളും അവാർഡുകൾക്ക് അർഹമായിട്ടുള്ളത്. മലപ്പുറം പ്രസ് ക്ലബ്ബിലെ മാധ്യമ വിദ്യാർത്ഥികൾക്കും പ്രസ് ക്ലബ്ബിലെ ലൈബ്രറിയിലേക്കും ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ പുസ്തകം വിതരണം ചെയ്തു. ചടങ്ങ് മാസ്റ്റേഴ്സ് ഹോക്കി സംസ്ഥാന ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മീഡിയ സ്റ്റഡി സെന്റർ ഡയറക്ടർ VM സുബൈർ സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ സന്തോഷ് ക്രിസ്റ്റി പുസ്തകം പരിചയപ്പെടുത്തി. അറിയുന്ന പോലെ തന്നെ നിസാർ ഈ പുസ്തകം എഴുതി തയ്യാറാക്കി കഴിഞ്ഞ് അതിൻ്റെ പ്രകാശനം മുതൽ ഇത് ഞാൻ പങ്കെടുക്കുന്ന 3ാമത്തെ ഒരു ചടങ്ങാണ്. നമ്മുടെ സംസ്ഥാനത്ത് കഴിയാവുന്ന അത്ര ജില്ലകളിലെ പ്രസ് ക്ലബ്ബുകളിലൂടെ നമുക്ക് ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഒരു തീരുമാനമായി എടുത്തതാണ്. ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇത് ഒരു ജേർണലിസം വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വായിക്കേണ്ടതും ഇത് റിപ്പോർട്ടും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ എഴുതണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശദീകരണം ഇതിനകത്തുണ്ട്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ 20-22 വയസ്സിലൊക്കെ ജനീലത്തിലും അതിനുശേഷം മനോരമയിലൊക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് പത്രരംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആകാംക്ഷയും സന്തോഷവും അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിരക്ക് തന്നെ ഈ പുസ്തകം നിങ്ങൾക്കൊക്കെ ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 6 വർഷത്തിനിടെ 21 ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ 7 വാർത്താലേഖന പരമ്പരകളുടെ സമാഹാരമാണ് ഊരിലെ ഉജ്ജ്വല രത്നങ്ങൾ എന്ന പേരിൽ പുറത്തിറങ്ങിയത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവതാരിക എഴുതിയ പുസ്തകം കോഴിക്കോട് ആസ്ഥാനമായ മാക്ബത്ത് പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. മാധ്യമപ്രവർത്തകനാകുക എന്നുള്ളത് ഞാൻ മലപ്പുറത്ത് എന്നിട്ട് ഞാൻ കണ്ടുമുട്ടിയ പല മാധ്യമപ്രവർത്തകരെക്കാളും പുള്ളി വളരെയധികം ആഗ്രഹത്തോടു കൂടി വന്നിട്ട് സ്വന്തം കഠിനാധ്വാനം കൊണ്ടൊരു മാധ്യമപ്രവർത്തകനായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് നിസാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെ നിസാർ ഒരു മാധ്യമപ്രവർത്തകനായി എന്നുള്ളത് ഒരു പക്ഷേ ഈ പറയുന്ന പുസ്തകത്തെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. ഏതൊരു മാധ്യമപ്രവർത്തകനും കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും എന്തുമാത്രം തീവ്രതയോട് കൂടിയിട്ട് ഈ ഒരു പ്രൊഫഷനെ സമീപിക്കാം എന്നുള്ളതും നിസാറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അബ്ദുറഹ്മാൻ സാഹിബ്, നിസാറ്, നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള സുബൈർ സാറ്, ക്രിസ്റ്റി സാർ, ഞങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു ഗ്രന്ഥം ഞങ്ങളുടെ കയ്യിൽ വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ അനുഭവ പരിചയമുള്ള ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ അതിൽ പലതും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്നതിന് ചുമരുകൾക്കുള്ളിൽ പരിമിതികളുണ്ട് എന്ന് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാം. ചുമരിന് പുറത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതാണ്
ഈ പുസ്തകം. ഇത്തരത്തിൽ ഞങ്ങളോട് സഹകരണ മനോഭാവം കാണിച്ച മുന്നിൽ നടക്കുന്നവർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.